4ാം ക്ലാസ്സിലെ ലിസാനിലെ 9ാമത്തെ പാഠം നോക്കൂ. അദ്ദർസു താസിഉ 9ാമത്തെ പാഠം ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക്. ചിത്രത്തിൽ ഒരു ഉസ്താദിനെയും ഒരു മോനെയും കാണാം. അവർ ഒരു ലൈബ്രറിയിലാണ്. നമുക്ക് പാഠം നോക്കാം. ദഹബ അഹ്മദു ഇലാ മക്തബത്തിൽ മദ്രസത്തി മസാഅൻ. ദഹബ അഹ്മദു, അഹ്മദ് പോയി. ഇലാ മക്തബത്തിൽ മദ്രസത്തി, മദ്രസയുടെ ലൈബ്രറിയിലേക്ക്. മസാഅൻ വൈകുന്നേരം. വക്കാന ഇൻദഹു ദഫ്തറുൻ വകലമുൻ, അവന്റെ അടുക്കൽ ഒരു പുസ്തകവും പേനയും ഉണ്ടായിരുന്നു. ഖബ്ല അൻ യദ്ഖുലൽ മക്തബത, അവൻ ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് സല്ലമ അലാ അമീനിൽ മക്തബത്തി, സല്ലമ അവൻ സലാം പറഞ്ഞു, അലാ അമീനിൽ മക്തബത്തി ലൈബ്രറിയുടെ ഓഫീസറോട്, ലൈബ്രറിയുടെ ഉദ്യോഗസ്ഥനോട്. ലൈബ്രറിയുടെ ഉദ്യോഗസ്ഥനോട് അവൻ സലാം പറഞ്ഞു. അല്ലദീ യജ്ലിസു ഇൻദൽ ബാബി, അല്ലദീ യജ്ലിസു അവിടെ ഇരിക്കുന്ന, ഇൻദൽ ബാബി വാതിലിന്റെ അടുത്ത്, വാതിലിന്റെ അടുത്ത് ഇരിക്കുന്ന ലൈബ്രറിയുടെ ഉദ്യോഗസ്ഥനോട് അവൻ സലാം പറഞ്ഞു. ബഅദ ദുഖൂലി പ്രവേശിച്ച ശേഷം, ബദഅ അഹ്മദു അഹ്മദ് തുടങ്ങി, യബ്ഹസു ബൈന റുഫൂഫിൽ കുതുബി, യബ്ഹസു പരിശോധിക്ക അല്ലെങ്കിൽ തിരയാം, ബൈന റുഫൂഫിൽ കുതുബി ഷെൽഫിലെ പുസ്തകങ്ങൾക്കിടയിൽ, കിതാബൻ ഒരു പുസ്തകം, യതഹദ്ദസു അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ചുള്ള ഒരു പുസ്തകം അവൻ ഷെൽഫുകളിലെ പുസ്തകങ്ങൾക്കിടയിൽ തിരയാൻ തുടങ്ങി. വബഅദ കലീലിൻ അവൻ അല്പസമയത്തിന് ശേഷം, വജദൽ കിതാബ ആ പുസ്തകം അവന് എത്തിച്ചു, ആ പുസ്തകം അവന് ലഭിച്ചു. വജലസ ബൈന റുഫൂഫി ലിയഖ്റഅഹു, വജലസ അവൻ ഇരുന്നു, ബൈന റുഫൂഫ് ഷെൽഫുകൾക്കിടയിൽ, ലിയഖ്റഅഹു അത് വായിക്കാൻ വേണ്ടി, അത് വായിക്കാൻ വേണ്ടി ഷെൽഫുകൾക്കിടയിൽ അവൻ ഇരുന്നു. ബഅദമാ അതമ്മ ഖിറാഅതഹു അതിന്റെ വായന പൂർത്തിയാക്കിയ ശേഷം, ആദ അഹ്മദു ഇലാ മൻസിലിഹി അഹ്മദ് വീട്ടിലേക്ക് മടങ്ങി. ഖബ്ല ഉറൂബി ഷംസി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അതിന്റെ വായന പൂർത്തിയാക്കിയ ശേഷം അടുത്ത നോക്കൂ. നെക്റൗ നമുക്ക് വായിക്കാം. ഇന്ദ, ഖബ്ല, ബഅദ, ബൈന ഈ 4 വാക്കുകൾ തന്നെയാണ് പാഠഭാഗത്തുണ്ടായിരുന്ന റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിരുന്ന വാക്കുകൾ. ഈ വാക്കുകളുടെ അർത്ഥം ഇന്ദ അരികിൽ, ഖബ്ല മുമ്പ്, ബഅദ ശേഷം, ബൈന ഇടയിൽ. ഈ 4 വാക്കുകളാണ് ഈ പാഠത്തിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. നമുക്ക് ഓരോന്നും വെച്ചിട്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഇൻദഹു ദഫ്തറുൻ വ കലമുൻ അവൻ്റെ അടുത്ത് പുസ്തകവും പേനയുമുണ്ട്, അവൻ്റെ അടുത്ത് പുസ്തകവും പേനയുമുണ്ട്. യജ്ലിസു ഇൻദൽ ബാബ് വാതിലിൻ്റെ അടുത്ത് അവൻ ഇരിക്കുന്നു. ഇന്ദി ഹക്കീബത്തുൻ എൻ്റെ അടുത്ത് ബാഗുണ്ട്. ബൈത്തുഹ ഇൻദൽ മസ്ജിദി അവളുടെ വീട് പള്ളിയുടെ അടുത്താണ്. ഇനി ഖബ്ല, ഖബ്ല അൻ യദ്ഖുല അവൻ പ്രവേശിക്കും മുമ്പ്, അവൻ പ്രവേശിക്കും മുമ്പ്. ഖബ്ല ഉറൂബി ഷംസി സൂര്യൻ അസ്തമിക്കും മുമ്പ്. യസിൽ യദൈക ഖബ്ല ത്വാമി ഭക്ഷണം കഴിക്കും മുമ്പ് നീ 2 കൈകളും കഴുകുക. തസ്തൈഖിലു ഉമ്മി ഖബ്ലൽ ഫജ്റി പ്രഭാതത്തിനു മുമ്പ് എൻ്റെ ഉമ്മ ഉണരും. ബഅദ, ബഅദ ദുഖൂൽ പ്രവേശിച്ച ശേഷം. ബഅദ ഖലീൽ അല്പസമയത്തിന് ശേഷം. ബഅദൽ ഉസ്ലി കുളിച്ച ശേഷം. ബഅദൽ ഉളു ഉളുവിന് ശേഷം. ബൈന ഇടയിൽ.
ബൈനൽ കുത്തുബി പുസ്തകങ്ങൾക്കിടയിൽ, ബൈനർ റുഫൂഫ് ഷെൽഫുകൾക്കിടയിൽ, ബൈന തുല്ലാബ് വിദ്യാർത്ഥികൾക്കിടയിൽ, ബൈനൽ ബൈത്തി വൽ മദ്രസത്തി വീടിനും മദ്രസയ്ക്കുമിടയിൽ. നെക്തുബുൽ മാലി മാലി എഴുതാം. ഇവിടെ തന്നിട്ടുള്ളത് മുലാരിയാണ്, അതിൻ്റെ മാലിയാണ് എഴുതേണ്ടത്. യജിലിസു അവൻ ഇരിക്കുന്നു, അതിൻ്റെ മാലി ജലസ അവൻ ഇരുന്നു. യുസല്ലിമു അവൻ സലാം പറയുന്നു, അതിൻ്റെ മാലി സല്ലമ അവൻ സലാം പറഞ്ഞു. യദ്ഹബു അവൻ പോകുന്നു, അതിൻ്റെ മാലി ദഹബ അവൻ പോയി. യദ്ഖുലു അവൻ പ്രവേശിക്കുന്നു, അതിൻ്റെ മാലി ദഖല അവൻ പ്രവേശിച്ചു. യഖ്റഉ അവൻ വായിക്കുന്നു, അതിൻ്റെ മാലി ഖറഅ അവൻ വായിച്ചു. യബ്ദഉ അവൻ തുടങ്ങുന്നു, അതിൻ്റെ മാലി ബദഅ അവൻ തുടങ്ങി. ബദഅ. ജലസ, സല്ലമ, ദഹബ, ദഖല, ഖറഅ, ബദഅ. അടുത്തത് നഫ്ഹമുൽ മുഫ്രദ വൽ ജംഅ വനുകമ്മിലുൽ ഫറാഗ്. ഏകവചനവും ബഹുവചനവും ചേർത്ത് പൂരിപ്പിക്കാം. ആദ്യത്തെ ദഫാത്തിറു. ദഫാത്തിറു ജം ആണ് ഇവിടെ തന്നിട്ടുള്ളത്, പുസ്തകങ്ങൾ. അതിൻ്റെ മുഫ്രദ് ഏകവചനം ദഫ്തർ. ദഫ്തർ, ദഫാത്തിർ. അടുത്തത് രണ്ടാമത്തെ കലമുൻ പേന. പേനകൾ എന്ന് വരുമ്പോൾ അക്ലാമുൻ. അക്ലാമുൻ പേനകൾ. മൂന്നാമത്തെ മനാസിലു. മനാസിലു വീടുകൾ. മൻസിൽ വീട്. മൻസിൽ വീട്. നാലാമത്തെ മക്തബാത്തുൻ ലൈബ്രറികൾ. ലൈബ്രറിക്ക് മക്തബത്ത്. മക്തബത്ത്. അടുത്തത് മക്തബുൻ ഓഫീസ്. മക്തബുൻ ഓഫീസ്. അതിൻ്റെ ജം വരുമ്പോൾ മക്കാത്തിബുൻ. മക്കാത്തിബുൻ ഓഫീസുകൾ. അടുത്തത് മദാരിസുൻ തന്നിട്ടുണ്ട്. മദാരിസു ഇവിടെ എഴുതേണ്ടത് മദ്രസത്തുൻ. മദാരിസുൻ മദ്രസകൾ. ഇവിടെ മദ്രസത്തുൻ ഒരു മദ്രസക്ക്. കിതാബുൻ പുസ്തകം. ഇവിടെ എഴുതേണ്ടത് കുത്തുബുൻ. കുത്തുബുൻ പുസ്തകങ്ങൾ. ബാബുൻ വാതില്. അബ്വാബുൻ അതിൻ്റെ ജം അബ്വാബുൻ വാതിലുകൾ. അടുത്തത് റുഫൂഫുൻ ഷെൽഫുകൾ. ഒരു ഷെൽഫിന് റഫുൻ. ഒരു ഷെൽഫിന് റഫുൻ. അടുത്തത് നുകമ്മിലു ബിൽ മുനാസിബി ബിമാ ഫിൽ മുറബ്ബ. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് ചേർത്ത് പൂരിപ്പിക്കാനാണ്. ഇന്ദ, ബഅദ, ഖബ്ല, ബൈന. ഇന്ദ അടുക്കൽ, ബഅദ ശേഷം, ഖബ്ല മുമ്പ്, ബൈന ഇടയിൽ. ഒന്നാമത്തെ സൊല്ലൈതു ഡാഷ് അൽ വുളൂഇ. സൊല്ലൈതു ബഅദൽ വുളൂഇ. വുളൂവിൻ്റെ ശേഷം ഞാൻ നിസ്കരിച്ചു. രണ്ടാമത്തെ കുംതു ഡാഷ് അസ്ദിഖായി. കുംതു ബൈന അസ്ദിഖായി. എൻ്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ നിന്നു. കുംതു നിന്നു. മൂന്നാമത്തെ ജലസ്ന ഡാഷ് ഷജറത്തി. ജലസ്ന ഇന്ദ ഷജറത്തി. മരത്തിൻ്റെ അരികിൽ ഞങ്ങൾ ഇരുന്നു. നാലാമത്തെ അസ്തൈക്കിലു ഡാഷ് അസുബ്ഹി. അസ്തൈക്കിലു കബില സുബ്ഹി. സുബ്ഹിയുടെ മുമ്പ് ഞാൻ ഉണർന്നു. അടുത്തത് ഡാഷ് ദാരിസി കിതാബുൻ. ഇന്ദ ദാരിസി കിതാബുൻ. വിദ്യാർത്ഥിയുടെ അരികിൽ പുസ്തകമുണ്ട്. തവല്ലഇന ഡാഷ് അസ്വലാത്തി. തവല്ലഇന ഖബ്ല സ്വലാത്തി. നിസ്കാരത്തിന്റെ മുമ്പ് ഞങ്ങൾ വുളൂ ചെയ്തു. അടുത്തത് റജഅതു ഡാഷ് അൽ ഉറൂബി. റജഅതു ഖബ്ലൽ ഉറൂബി. സൂര്യാസ്തമനത്തിന് മുമ്പ് ഞാൻ മടങ്ങി. ബൈത്തി ഡാഷ് അൽ മദ്രസത്തി വൽ മസ്ജിദി. ബൈത്തി ബൈനൽ മദ്രസത്തി വൽ മസ്ജിദി. എൻ്റെ വീട് മദ്രസയുടെയും പള്ളിയുടെയും ഇടയിലാണ്. അടുത്തത് നോക്കൂ. നുവരിബു നമുക്ക് അറബിയാക്കാം. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പോയി. അതിൻ്റെ അറബിയാക്കുമ്പോൾ ഞാൻ പോയി എന്നുള്ളതിന് ദഹബത്തു. ദഹബത്തു മുമ്പ് എന്നുള്ളതിന് ഖബ്ല. ദഹബത്തു ഖബ്ല സവാലി. ദഹബത്തു ഖബ്ല സവാലി.
ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പോയി. അടുത്തത് പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു. പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു. ഞാൻ നിന്നു എന്നുള്ളതിന് കുംതു. കുംതു ഇന്ദൽ മസ്ജിദി. കുംതു ഇന്ദൽ മസ്ജിദി. അടുത്തത് നോക്കൂ, നുതർജിമു. നമുക്ക് പരിഭാഷപ്പെടുത്താം. ദഹബത്തു ഇലൽ മസ്ജിദി കബിലൽ മാരിബി. സൂര്യൻ അസ്തമിക്കും മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. മഗ്രിബിക്ക് മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. രണ്ടും എഴുതാട്ടോ. മഗ്രിബിക്ക് മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കും മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. അടുത്തത് ഷരിബിനൽ മാ ബഅദ ത്വാമി. ഭക്ഷണശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു. ഭക്ഷണശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു. അടുത്തത് നോക്കൂ, നഖ്റഉ മിനൽ ഖുർആനി വനക്തശ്ഫു മിൻഹു ഇൻദ ഖബ്ല ബഅദ ബൈന വനഹുത്തു തഹ്തഹ. ഖുർആനിൽ നിന്ന് വായിക്കാം. ഇൻദ ഖബ്ല ബഅദ ബൈന, അത് അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ഹാദാ മിൻ ഇൻദില്ലാ. ഹാദാ മിൻ ഇൻദില്ലാ. ഇത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ്. ഇവിടെ ഇന്ദ. ഇന്ദ എന്നുള്ളത് അടയാളപ്പെടുത്താം. അടുത്തത് വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഉറൂബിഹ. സൂര്യൻ ഉദിക്കും മുമ്പും സൂര്യൻ അസ്തമിക്കും മുമ്പും താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കലോടുകൂടെ പരിശുദ്ധിയെ വാഴ്ത്തുക. ഇവിടെ ഖബ്ല. ഖബ്ല. അടുത്തത് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂന. പിന്നെ അതിനുശേഷം നിങ്ങൾ മരിക്കുന്നവരാണ്. ബഅദ. ബഅദ എന്ന് അടയാളപ്പെടുത്താം. അടുത്തത് താലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ സമമായ വാക്കിലേക്ക് നിങ്ങൾ വരുവിൻ. ബൈന. ബൈന, അത് അടയാളപ്പെടുത്താം. അടുത്തത് നൻസഹുൽ കലിമാത്ത്. വരൂ നമുക്ക് പകർത്താം. ദഹബ അഹ്മദു ഇലാ മക്തബത്തിൽ മദ്രസത്തി മസാഅൻ. ദഹബ അഹ്മദു ഇലാ മക്തബത്തിൽ മദ്രസത്തി മസാഅൻ. അത് അതുപോലെ നോക്കി എഴുതാണ് വേണ്ടത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു.